ഘട്ടനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അതുകൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നു സൈന്യത്തിന്റെ കൂടുതൽ സംഘങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളോടിപ്പോൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന്, നമ്മളൊരു പുഴയുടെ അറ്റത്താണ് നിന്നിരുന്നത്, അവിടെ നിന്നൊന്ന് മാറണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവർ. പക്ഷേ അതിലൊരു നേരത്തെ പറഞ്ഞതാണ് ആര്യപ്രധാനം, അവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ പാലമുണ്ടല്ലോ, ഈ കയറ് കെട്ടിയിട്ടുണ്ടല്ലോ, ഈ കയർ വഴിയാണ് ആദ്യം ആളുകൾ അവിടേക്ക് കടന്നു ചെന്നത്. അതിന് അപ്പുറത്ത് പിന്നീട് താൽക്കാലിക പാലം അവിടെ വന്നു. ആ താൽക്കാലിക പാലവും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങുന്നത് ആണ് ഇപ്പോൾ കാണാനാവുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം പുഴയിൽ കുത്തൊഴുക്ക് ഇപ്പോഴൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു അപകടകരമായ അല്ലെങ്കിൽ അത്ര സുഖമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു വലിയ തോതിൽ മഴവെള്ളം ഉണ്ടാവണം, അല്ലെങ്കിൽ രാവിലെ ഇന്നലെ രാത്രി മഴ പെയ്തില്ല ഈ പ്രദേശങ്ങളിലെങ്കിലും. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സുഖകരമായ ഒരു തെരച്ചിലിനുള്ള അവസരം ഒഴുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് കൂടാതെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നൊരു കാര്യം, അത്തരത്തിൽ മഴ കുറയുന്നത് നമ്മളെ രക്ഷാപ്രവർത്തനത്തെ കൂടി തെരച്ചിലിനുമൊക്കെ സഹായിക്കും എന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഫെലിക്സ് ഞാനും ഒരുമിച്ചാണ്. ഫെലിക്സ് നമ്മൾ വന്നപ്പോഴത്തേക്കാളൊക്കെ മഴ വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ, മഴ ഇപ്പം പഴയതുപോലെയല്ല, കുറച്ചുകൂടെ ശക്തിയായി. മാത്രമല്ല ഇവിടെ കുത്തൊഴുക്ക് കുറച്ചുകൂടെ ശക്തി പ്രാവശ്യം എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ഇത്രയല്ലായിരുന്നല്ലോ, കുറച്ചുകൂടി വേഗതയിൽ വെള്ളം ഒലിച്ചു വരുന്നു എന്നതാണ് ഇപ്പോൾ ഈ പാലം പണിയും ഏറ്റവും വലിയ വെല്ലുവിളിയായി വരുന്നത്. അല്ലെങ്കിൽ ഈ പാലം ഇപ്പം വേലിപ്പാലം സൈനികർ പറയുന്നത് ഏതാണ്ട് ഒരു ദിവസം വേണമെന്നതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ പണി തുടങ്ങുകയാണെങ്കിൽ ഈ പാലം പണി പൂർത്തിയാക്കാൻ വൈകുന്നേരം കഴിയും. രാത്രിയോടുകൂടി ഈ പാലം പണി പൂർത്തിയാക്കുള്ളൂ. പാലം പണി പൂർത്തിയാൽ മാത്രം അങ്ങോട്ടേക്ക് വാഹനങ്ങൾ, ഈ പറയുന്ന മൺവാന്തി യന്ത്രം അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയും. അപ്പോൾ അത്രയും സമയം താമസിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ മഴ ശക്തമാവുകയാണെങ്കിൽ കുത്തൊഴുക്ക് കൂടുതൽ ശക്തമാവുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്യുകയാണെങ്കിൽ വെല്ലുവിളി കൂടുതൽ ഉയരും. എത്തിപ്പെടാൻ ഈ യന്ത്ര സംവിധാനങ്ങൾ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് അത്തരത്തിലൊരു തെരച്ചിലിന് സമയമെടുക്കും. കാരണം ഈ പാലം പണി ഇന്ന് രാത്രിയോട് കൂടി പൂർത്തിയാകും. എന്നാൽ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൺവാന്തി യന്ത്രം പോയുള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടാവും. അതൊക്കെ എടുക്കണമെങ്കിൽ ഇന്ന് രാത്രി കഴിയും എന്നതാണ് സൈനികർ തന്നെ പറയുന്നത്. കളക്ടർ നമ്മളോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇന്നലെ കഴിയുന്നത്ര രാത്രി ഞങ്ങൾ അവിടെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഞങ്ങളിലേക്ക് എത്തിയവർക്ക് ഞങ്ങൾക്ക് അവിടെ പോയി കണ്ടെത്താൻ ആദ്യം സൈനികർ കടന്നു ചെന്നിരുന്നു. വീടുകളിൽ അവർ തിരക്കിട്ട തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് 3 മുതിർന്നവരെയാണ് ജീവനില്ലാതെ കണ്ടെത്തുന്നത്. അവരൊക്കെ എവിടെ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങൾക്കപ്പുറത്ത് കളക്ടർ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഞങ്ങളിലേക്ക് എത്തിയവരെ, ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞവരെ, അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞവരെ പൂർണ്ണമായും അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇനി അവിടെ മറ്റ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള തെരച്ചിൽ ഈ 2ഇടത്തും, അട്ടമലയിലും മുണ്ടക്കയിലും ഇന്ന് നടക്കും. അതിനുശേഷം പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് കടന്നെത്തുക എന്നുള്ളത് തന്നെയാണ്. മനുഷ്യനിലേക്ക് കടന്നെത്തി ആരൊക്കെ എവിടെയൊക്കെ എന്ന് അറിയാൻ ശ്രമിക്കുന്നു. അതിനുശേഷം മാത്രമേ മറ്റ് തെരച്ചിലുകളും കാര്യങ്ങളും നടത്താനാവൂ. ഈ വലിയ യന്ത്രങ്ങൾ കടന്നുകൊണ്ട് മനുഷ്യന് ഒറ്റയ്ക്ക് കഴിയാത്ത കുറച്ചുകൂടി കല്ലുകളും മണ്ണുകളും ഒക്കെ മാറ്റി അവശിഷ്ടങ്ങൾ നീക്കി അത്തരത്തിലുള്ള തെരച്ചിലിന് തീർച്ചയായും കുറച്ച് സമയം കൂടി എടുക്കും. ഫെലിക്സ് നേരത്തെ അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഫെലിക്സിന് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഈ പകൽ പൂർണ്ണമായും അതിനുവേണ്ടി ചെലവിടേണ്ടി വന്നേക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ താൽക്കാലിക പാലത്തിലൂടെ അത് ഇപ്പോൾ നമുക്ക് കാണാം. ആ പാലത്തുമ്മൽ ഇപ്പോൾ വെള്ളം ചെന്ന് അടിക്കുന്നത് നമുക്ക് കാണാം. ആ പാലം ഇപ്പോൾ ഇനിയൊരു പക്ഷേ സൈനികരോ അല്ലെങ്കിൽ വിദഗ്ധരോ മാത്രമേ അങ്ങോട്ട് കടന്നു ചെല്ലാൻ അനുവദിക്കൂ. കാരണം രാവിലെ പോയ നമ്മുടെ സംഘാംഗങ്ങൾക്കടക്കം ഒരുപക്ഷെ ഈ വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് വേണ്ടി വരും തിരിച്ച് എത്താൻ. മുണ്ടക്കയിൽ അവർക്ക് ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് മനുഷ്യർ പകൽ വെളിച്ചത്തിൽ ഈ ദുരന്തം ഒരുപക്ഷെ മുണ്ടക്കയിൽ നിന്നും ആദ്യമായി കാണുന്നതും ഇപ്പോഴും കമലും ഷഹീദും ഒക്കെ തന്നെയായിരിക്കും. കാരണം അത് വല്ലാത്തൊരു, എങ്ങനെ പറയാൻ പറ്റില്ല ആര്യ. കാരണം ഇത് ഇന്നലെ രാത്രി കണ്ട പ്രദേശമല്ല ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ നിരപ്പായി കിടക്കുന്നിടത്തൊക്കെ മനുഷ്യനുണ്ടായിരുന്നു, അവരുടെ വീടുകളുണ്ടായിരുന്നു, അവർ കെട്ടിപ്പൊക്കിയതുണ്ടായിരുന്നു. കൂറ്റൻ പാറക്കല്ലുകൾ വന്ന് അടിഞ്ഞു കിടക്കുന്നതിന് താഴെയായിരുന്നു. ഇവിടെ വീടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനേ പറ്റൂ. ഇപ്പോൾ അത് ഈ ചായത്തോട്ടങ്ങൾക്ക് അപ്പുറത്ത് മുണ്ടക്കൈയിലേക്ക് അത് കടന്നു ചെല്ലുമ്പോൾ മുണ്ടക്കൈയിൽ എന്താവും എന്നുള്ളത് നമുക്ക്
പറയാനാവില്ല. അത് നമുക്ക് ഇനിയുള്ള നേരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള. ഫെലിക്സുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ നിൽക്കുന്നത് ചൂരൽമല ഭാഗത്താണ്. മുണ്ടക്കൈയിലേക്ക് സൈന്യവും NDRF സംഘവും ഒക്കെ പുറപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് ഷഹീദും കമലും പോയിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം, അവർക്ക് നടന്നു വേണം ഈ ദുരന്ത മുഖത്തേക്ക് എത്താൻ.